നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും ഓള് കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണുക. എയ്റ്റ് ഓഫ് വാൻസ് എനർജിയാണ് ഫസ്റ്റ് കാർഡായിട്ട് തന്നെ വന്നിട്ടുള്ളത്. ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അവർ നിങ്ങളോട് സംസാരിക്കാൻ അത്രയും ആഗ്രഹിക്കുന്ന എനർജിയാണ്. എപ്പോൾ വേണമെങ്കിലും അവരുടെ ഭാഗത്തു നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, ഒരു മെസ്സേജ് ഉണ്ടാവാം, കോൾ ഉണ്ടാവാം എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്തായാലും അവർക്ക് നിങ്ങളോട് സംസാരിച്ചേ പറ്റൂ എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാതെ ഇരിക്കുന്ന സമയം അത്രയും അവർ ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, അത്രയും ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് വർക്ക് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആയിട്ടാണോ ഈ റിലേഷൻ നിൽക്കുന്നത്, എത്രമാത്രം നിങ്ങൾ ഇന്റൻസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുന്നുണ്ട്, അതുപോലെ ഇത് എത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മാനിഫെസ്റ്റേഷൻ സക്സസ് ആവുന്നു എന്നുള്ളതാണ്. അപ്പം അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിട്ട് തന്നെ ഈ റിലേഷനിലൊരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് വരുന്നു എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു കോളോ മെസ്സേജോ വരുന്ന എനർജിയാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവർ ആക്ഷൻ എടുക്കുന്ന എനർജിയാണ്. അവർ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന, ആക്ഷൻ ഇടുന്ന എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അവര് നിങ്ങൾക്ക് വിളിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിളിക്കാൻ അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു കൺഫ്യൂഷന്റെ കാര്യമൊന്നും കാണിക്കുന്നില്ല. സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കിങ് ഓഫ് വാൺസ് എനർജിയാണ്. ഒരു വാണ്ടിങ്ങിലാണ് നിങ്ങളെ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങളെ വേണം, ഈ റിലേഷനിലോട്ട് തിരികെ വരണം, ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, ഇങ്ങനെ മാറി നിന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുന്നു എന്നുള്ളതാണ്. ഈ റിലേഷനിലോട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ച് ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം ക്ലിയർ ചെയ്യണം എന്നുള്ള എനർജിയിലാണ് അവരുള്ളത്. ദ ചാരിയറ്റ് ആണ്. ഇവിടെ ഇതുവരെ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റിലേഷനിൽ അവർ ഏത് രീതിയിലാണ്, അതായത് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് അവർ ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രശ്നം നടന്ന ഉടനെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നടന്ന ഉടനെ നിങ്ങളുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങൾ എന്തൊക്കെയാണ് അവരോട് ചെയ്തത്, നിങ്ങളുടെ ഭാഗത്തുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ ആ ഒരു ആളുടെ മനസ്സിൽ ആ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ മാറി മനസ്സൊന്ന് ശാന്തമായപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അവരെന്ത് ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലുള്ള റിയാക്ഷൻ ഉണ്ടായത്, എന്താണ് നിങ്ങളെ ഹേർട്ട് ചെയ്തത്, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ സ്വയം ഇരുന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം ആളുടെ ഭാഗത്തുള്ള പ്രശ്നം എന്താണ്, ആൾ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ളത് ആൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിലേഷനിലോട്ട് അവർ ആക്ഷൻ ഇടാൻ തയ്യാറാവുന്നു. ആളുടെ ഭാഗത്തും തെറ്റുണ്ട്, നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല ആളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ ഈ റിലേഷന് വേണ്ടി എഫേർട്ട് ഇടേണ്ടതുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിൽ അവർ റിലേഷനിലോട്ട് വരുന്ന എനർജിയാണ്. ഏസ് ഓഫ് വാൺസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ റിലേഷന് വേണ്ടിയിട്ടൊരു എഫേർട്ട് ഇടുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു, ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവുന്നു. റിലേഷനിൽ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു ചേഞ്ച് വരുന്ന എനർജിയാണ് കേട്ടോ. മൊത്തത്തിൽ ഒരു മാറ്റം വരുന്ന എനർജിയാണ് കാണിക്കുന്നത്. സെവൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ഈ റിലേഷനിൽ എപ്പോഴും അവർ മുൻപുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോട്ട് കുറച്ച് ഫോക്കസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് കൂടുതൽ പെയിൻ ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പം പഴയ കാര്യങ്ങളോട്ടുള്ള ഫോക്കസ് അവർ കുറച്ചു എന്നുള്ളതാണ്. അതായത് റിലേഷനിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക, ആ പ്രശ്നങ്ങളോട്ട് തന്നെ വീണ്ടും ഫോക്കസ് ചെയ്യുമ്പം അത് വീണ്ടും വലിയൊരു പ്രശ്നമായിട്ട് മാറാനാണ് സഹായിക്കുക. അല്ലെങ്കിൽ വീണ്ടും ഈ പ്രശ്നങ്ങളിലോട്ട് തന്നെ നോക്കുമ്പോൾ റിലേഷനിലോട്ട് വരാൻ തോന്നില്ല, ഇതിൽ നിന്ന് അകന്ന്
നിൽക്കാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി അവർ പഴയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇനി മുന്നോട്ട് ഇത് എത്ര മാത്രം നന്നാക്കി വർക്കൗട്ട് ചെയ്ത് എടുക്കാം എന്നുള്ളൊരു ചിന്തയിലോട്ടാണ് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. 4 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ സത്യത്തിലെ റിലേഷൻ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന എനർജിയാണ്. നിങ്ങൾ സത്യത്തിൽ ഇനി ഇവിടെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ നിൽക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. എനിക്കെല്ലാം നഷ്ടമായി, എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച് നേടിയെടുത്ത റിലേഷനും എനിക്ക് നഷ്ടമായി, എന്നെ അവർ സ്നേഹിക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നില്ല, അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് വെറുതെ തോന്നിപ്പിച്ച് മാറി നിൽക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹത്തിന് അവരൊരു വാല്യൂ കണ്ടില്ല എന്നുള്ള ഒരു പെയിനിലാണ് നിങ്ങളിപ്പം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ലിസ്റ്റൻ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരും. നിങ്ങൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ തരും. ആ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. യെസ് കാർഡാണ് കേട്ടോ. അതായത് നിങ്ങളുടെ റിലേഷനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് കാണിക്കുന്നത്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിക്കുന്നത്. അടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ റിലേഷൻ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഫെബ്രുവരി, തൃശ്ശൂർ, 2000, ഉത്രം, 1997, മലപ്പുറം, ഭരണി, ലെറ്റർ വൈ, ഏപ്രിൽ 1990, പാലക്കാട്, മാർച്ച്, ലെറ്റർ എം, ജൂലൈ 1995, ലെറ്റർ ബി, ലെറ്റർ ജെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.